ഹലോ ഫ്രണ്ട്സ്, ആഷിസ്യാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിരിക്കുന്ന ഈ ലൊക്കേഷനും ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോയും ഒക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയതാണ്. നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് പെട്ടെന്ന് വന്ന ഒരു ഐഡിയ ആണിത്. അപ്പം അതിൻ്റെ ഒരു പ്ലാനിങ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതെ പൊന്നുമോനെ, എൻ്റെ കയ്യിൽ നിന്ന് കണ്ടൊന്നുമില്ല, നീ കണ്ടുപിടിച്ചോളൂ. എടാ ഞാനെല്ലാം കണ്ടുപിടിക്കാനാണ്, ഇത്ര കണ്ടുപിടിച്ച് തന്നെ എടുത്തു. അത് ശരി, ബാക്കിയുള്ളവൻ എവിടെ തപ്പി പിടിച്ച് കണ്ടെന്ന് പറഞ്ഞു തരും. എടാ വേറൊരു സെറ്റപ്പുണ്ട്. അതായത് അമ്മച്ചിയമ്മയുടെ വീട്ടിലെ ദേവഗിരിയിലെ അവിടെ ഒരു നൈസ് ഒരു ഗുഹയുണ്ട്. ഗുഹയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറയുടെ സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. അതാണ് ഗുഹ. പഴയ ആൾക്കാർ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല സംഭവം. നമുക്കൊന്ന് അത് ഒന്ന് ചെയ്താലോ? പോയി നോക്കാം, നല്ലതാണെങ്കിൽ ചെയ്യാം. അല്ലെ പിന്നെ പോയിട്ട് കണ്ടിട്ട് തിരിച്ചു വരാം. അവിടെ പോയി ചോറൊക്കെ ഉണ്ട്, കാത്ത് കുടിച്ച് തിരിച്ചു വരാം. എന്നാ പിന്നെ ഒന്ന് പോയി നോക്കിയാലോ? ഒരു വാക്ക് കിട്ടിയാലാണ്. എന്നാ വാ, നമുക്ക് നേരെ പോവാം. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ആ പാറക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് പ്രവേശിച്ചു. നമ്മളിപ്പോൾ ഒരു പാറയിലാണ് നടക്കുന്നത്. പിന്നെ നമുക്ക് പോകേണ്ടത് താഴെയാണ്. പക്ഷേ ഇവിടെ ഇതുണ്ടോ, നല്ല പാറ, ഭയങ്കര വലിയ പാറ, അടാറ് പാറ. ഇതാണ് മണ്ടയിലെ ദൃശ്യങ്ങൾ. നമുക്ക് മുകളിലേക്ക് ആദ്യം നമുക്ക് താഴോട്ട് പോയിട്ട് മുകളിലത്തെ ദൃശ്യങ്ങൾ കിട്ടുമോ എന്ന് നോക്കാം. പിന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ട്. അതേ പറഞ്ഞാൽ ഇതൊരു വനത്തിൻ്റെ സൈഡിലാണ് ഈ നിൽക്കുന്നത്. ഇപ്പം ഇതേ നമുക്കിങ്ങനെ പതുക്കെ താഴോട്ട് പോകാം. അൻവർ ഏതായാലും താഴെ പോയിട്ട് നിൽപ്പുണ്ട്, അവനോട് നിൽപ്പുണ്ട്. ഞാൻ ഇച്ചിരി സ്ലോ ആയിട്ട് ഇവിടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോഴത്തേനും അവിടെ എല്ലാം പോയി അവൻ സെറ്റ് ചെയ്ത്. കണ്ടോ, ഭയങ്കര താഴ്ചയിലാണ് നിൽക്കുന്നത്. നല്ലൊരു ഹൈറ്റാണിത്. അവർ പറഞ്ഞു തന്നത് ഇതിനടിയിൽ, ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന പാറയുടെ അടിയിലാണ് ഗുഹയെന്നാണ്. ഏതൊരു ഗുഹ കണ്ടിട്ടില്ല, നമുക്ക് പോയി നോക്കാം എങ്ങനെയായിരിക്കും ഇതിൻ്റെ സെറ്റപ്പ് എന്നൊക്കെ. ഓക്കെ, എന്നിട്ട് നമുക്കിങ്ങനെ പതുക്കെ അങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ നിങ്ങൾ കാണുന്ന വ്യൂ ഇച്ചിരി വൈഡാണ്. ഞാൻ വൈഡ് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫോണിലെ വിഷ്വൽസാണ്. ഫോണിൽ വൈഡ് ക്യാമറയാണ്, അപ്പം വൈഡ് ആംഗിളായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം ചെറിയൊരു ഫ്രെയിമിൽ തന്നെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതായത് നമുക്ക് പതുക്കെ താഴോട്ടിറങ്ങാം. ചെറിയ റിസ്ക്കാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ എന്നെ കാണുന്നില്ലാത്തതുകൊണ്ടാണ് ഇത് നോർമലായിട്ട് ഇറങ്ങി പോകുന്നത് തന്നെ. ഞാൻ ഒരു സെറ്റപ്പിൽ നിരങ്ങിയാണ് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ അൻവറിൻ്റെ അടുത്തെത്തിരിക്കുകയാണ്. ഇവിടെ നല്ലൊരു പുളി നിൽക്കുന്നുണ്ട് കേട്ടോ, വളംപുളിയാണിത്, വളംപുളി അല്ലേ, വളംപുളി. ഓക്കെ, ഇവിടെ ആയിട്ടാണ് സംഭവം ഉള്ളത്. നമുക്കപ്പോൾ പാറക്കൂട്ടങ്ങളുടെ അടിയിലുള്ള ഈ ഒരു ഗുഹ നല്ലൊരു അനുഭവം കേട്ടോ. നല്ല ഇതൊക്കെ ഒരുപാട് മണ്ണ് വന്ന് കയറി മൂടിയിട്ടുണ്ട്. പണ്ട് കൊച്ചിലെ ഞാനിങ്ങനെ വരുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ഗുഹയുണ്ടെന്ന്. പക്ഷേ അത് ഇതുവരെ കാണാൻ പറ്റിയില്ല. ഇപ്പോഴും റിസ്ക്കാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് വിശ്വസിച്ച് കയറാൻ പറ്റുകയില്ല. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്, ഒരുമാതിരി ഒരു വിഷത്തിൻ്റെ നാറ്റം. ഈ കിടക്കുന്നതൊക്കെ ആയിരിക്കണം അതിന് കാരണം. ഈ വവ്വാല് ഈ മണ്ടയിലെങ്ങാണ്ട് എന്നും വന്ന് തൂങ്ങിക്കിടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അതിൻ്റെ വേസ്റ്റുകളാണിത്. നമുക്കുള്ളിലേക്ക് കയറാൻ പേടി വരും കേട്ടോ. കാരണം ഇപ്പോൾ ക്യാമറയ്ക്കകത്ത് കാണുമ്പോൾ ഇച്ചിരി വെട്ടമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരുമാതിരി ഇരുണ്ട് മൂടിയ ഒരു സെറ്റപ്പാണ്. നല്ല പെരുമ്പാമ്പോ പന്നിയോ ഒക്കെ ഇതിനകത്ത് കാണാനൊരു ചാൻസ് ഉണ്ട്. നല്ല നീളത്തിലാണ് കിടക്കുന്നത്. നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും. നല്ല ഉള്ളിലേക്ക് വളഞ്ഞ് കയറി കിടക്കുന്ന ഒരു സെറ്റപ്പ് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുക, വിഷമിച്ചിരിക്കുക. കാരണം ഇതിൻ്റെ അതിൽ കയറാൻ പറ്റത്തില്ല, നമുക്ക് ഒത്തിരി വിശ്വാസമില്ല. കാരണം അകത്ത് എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളത് നമുക്ക് ഒരു ഉറപ്പുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നത്. തൊട്ട് താഴെ നല്ലൊരു തോടുണ്ട് കേട്ടോ, അവിടെ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരിക. അപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ ചേട്ടന് കാര്യങ്ങൾ അറിയാം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ വന വാരുന്ന കാലത്ത് ഈ കള്ളന്മാർ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് തടികൾ വെട്ടാൻ വേണ്ടി അവർ ഈ മരുന്ന്, പച്ചമരുന്നും ഒക്കെ തേച്ച് ഉണ്ടാക്കിയതാണ് ഈ കള്ള്. ഈ ഗുഹ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയിട്ട് അവർക്ക് ഈ പല ആൾക്കാർ വരുമ്പോൾ അവർക്ക് പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുമല്ലോ. അവർ തമ്മിൽ അടിയുണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സൗകര്യത്തിൽ ഇതിനകത്ത്
2-3 പാർട്ടായിട്ട് തിരിഞ്ഞു പോയിരിക്കുക. ഉണ്ടല്ലേ? ഈ പാറയുടെ അടി മൊത്തം ഉള്ളതാണോ അങ്ങോട്ട്? ഇതിലെ അങ്ങോട്ടുണ്ട്, അങ്ങോട്ട് വന്നിട്ട് അതല്ല ഇതുപോലെ തന്നെ ഒരെണ്ണം ഉണ്ട് അപ്പുറത്ത്. അതിൽ വന്ന് ഇറങ്ങും. ഇതുവഴി ഉള്ളിൽ കയറിയിട്ട് അതുവഴി ഇറങ്ങും. അങ്ങ് പോകണം, ഒത്തിരി അങ്ങ് പോയിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് അത് ഒരു പാറ വന്നിങ്ങനെ ഇറങ്ങിയിരിക്കുക. അതിൻ്റെ സൈഡിൽ കൂടെ ചരിഞ്ഞങ്ങ് പോകും. പോയി അപ്പുറത്ത് പോയി ഇതുവഴി കയറി അതുവഴി ഇറങ്ങാം. ചേട്ടൻ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടോ? ഞാൻ 2 വന്നിട്ടുണ്ട്. ഇതിപ്പം ഇപ്പോൾ അത് ഞാൻ വന്നതിന് ശേഷം 10-35 കൊല്ലത്തിന് ശേഷം പിന്നെ ഇവിടെ എല്ലാം മണ്ണ് വന്നങ്ങ് വന്നിരിക്കുക. അതിനകത്തുനിന്ന് മഴക്കാലം ആകുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഉറവയുണ്ട്. ഈ വലിയൊരു പാറയാണ് മണ്ടല്ലേ? ഈ പാറ അതുകൊണ്ട് അപ്പുറത്ത് കാണുന്ന പാറയുടെ സൈഡിൽ നിന്ന് മണ്ണും വെള്ളവും കൂടെ ഇറങ്ങിയാണ് ഇതിനകത്ത് വരുന്നത്. എന്തായാലും ഒരു ചരിത്രം ഒരുപാട് കാണും. ഞാനിവിടെ വരുന്നതിന് മുന്നേ ഇവിടെ ദാസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി താമസം ഉണ്ടായിരുന്നു. അപ്പം രാത്രി കാലങ്ങളിൽ ഈ കുഞ്ഞായിരിക്കുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ ഇറങ്ങി നോക്കുന്നുണ്ടേ തലയിൽ ഇങ്ങനെ തീ ഇങ്ങനെ വെച്ചേക്കുന്നു, തല കാണത്തില്ല. ആളുകൾ ഇവിടുന്ന് ഇറങ്ങി ഇങ്ങനെ പോവാം. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇതിനകത്ത് വല്ല മാടനോ വല്ലതൊക്കെ സ്ഥിതി ചെയ്യുന്നതാണെന്ന് വിചാരിച്ച് ഞങ്ങൾ പിള്ളേർ പിന്നെ ഇങ്ങോട്ട് വരത്തില്ല, പേടിച്ചു പോയി അല്ലേ? ഞാൻ അങ്ങനെ വന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് 2 പാട്ടയ്ക്കകത്തും ഒരു വലിയ കലവും ഒക്കെ ഇരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് കൊണ്ടിട്ട് വാറ്റുക. അല്ല, എളുപ്പമൊന്നും ആരും പിടിക്കത്തില്ല. ഇത് ഇവിടെ കൊണ്ടിട്ട് വാറ്റി ഞാൻ ഒരു ദിവസം പറഞ്ഞു, ഇതെല്ലാം ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണ് വേറൊരു പാർട്ടിയുടെ കയ്യിൽ. ലാറ്റിവണ്ടിക്ക് ഒരു നീളമുള്ള പിന്നെ തെങ്ങുകയറ്റക്കാരൻ താമസമുണ്ട്. അവൻ്റെ മോനിപ്പോൾ ഇവിടെ താമസമുണ്ട്, ദേവരി താഴ്വരത്ത്. അപ്പോൾ അവരുടെ തന്തയുടെ എന്ന് ഞാൻ വിലയ്ക്ക് മേടിച്ചു. എല്ലാം എൻ്റെയാ. അവിടെ മുതൽ ഇങ്ങനെ എൻ്റെ വീട് വരെ. ഇതിപ്പോൾ നല്ലൊരു സ്കോപ്പുണ്ട്, ടൂറിസത്തിനൊക്കെ സ്കോപ്പുണ്ട്. ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ നല്ലൊരു സ്കോപ്പുണ്ട്. കാരണം ഇത് ആർക്കും അറിയത്തില്ല. ഞാൻ തന്നെ ഇങ്ങനെ അവർ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാണ്. ചേട്ടന് ഈ ഒരു ഗുഹേനെ കുറിച്ചുള്ള ചരിത്രമൊക്കെ എവിടെ നിന്നാണ് അതിനെക്കുറിച്ച് അറിവ് ലഭിച്ചത്? പട്ടന്നാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പം എൻ്റെ പേരപ്പന് 5 ഏക്കർ ഭൂമി, ഒരു പിക്കാസ്, ഒരു നാടൻ തൂമ്പ, ഒരു പിന്നെ പൂവാളി 2000 രൂപ ഇത്രയും കൊടുത്ത് ഇവിടെ താമസിപ്പിച്ചതാണ്. താമസിപ്പിച്ച് പുള്ളി ഇവിടെ എല്ലാം വെട്ടിത്തെളിച്ച് റെഡിയായി കഴിഞ്ഞപ്പം ഞങ്ങൾ നാട്ടിലായിരുന്നു, കായംകുളത്തായിരുന്നു ഞങ്ങളുടെ താമസിക്കുന്നത്. അവിടുന്ന് പുള്ളി വന്ന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് ഞങ്ങളിവിടെ കന്നാലിയെ വളർത്തുമായിരുന്നു. ഇവിടെ എല്ലാം അഴിച്ചു വിട്ട് കന്നാലിയെ വളർത്തിക്കൊണ്ടിരുന്നത്. ഞാനും എൻ്റെ ഒരു അനിയൻ മരിച്ചുപോയി. അവനും കൂടെ ഈ എരുമയുടെയും പോത്തിൻ്റെയൊക്കെ പുറത്ത് കയറി ഇവിടെ വരും. ഇവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് അടിച്ചു വിട്ടേച്ച് ഞങ്ങൾ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഈ സാധനം ഗുഹ കണ്ടിട്ട് വീട്ടിൽ ചെന്ന് പേരപ്പനോട് പറഞ്ഞു, ഇന്ന കൂട്ടൊരു ഗുഹ അവിടെ കാണുന്നു. അന്നേരം പറഞ്ഞ് പേരപ്പൻ പറയുന്നു, ഇത് പണ്ട് കാലം ഇവിടെ ഈ പട്ടന്നാണുള്ള ഞങ്ങൾക്കൊക്കെ 101 ബ്ലോക്ക് ഇവിടെ പതിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പതിച്ചു കൊടുക്കുന്നതിന് മുന്നേ തമിഴ്നാടുകാർ ഇവിടെ കയറി ഈ വനം കൊള്ളയും ഇവിടുത്തെ മൃഗങ്ങളെ പിടിച്ചും അവർക്ക് ക്യാമ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഗുഹ. ഒരു താവളമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഗുഹ. അപ്പോൾ ഇതൊരു 50 വർഷത്തിന് മേളിൽ പഴക്കം കാണും അല്ലേ? 50ഒന്നുമല്ല. ചേട്ടൻ്റെ പേരപ്പൻ ഇവിടെ വന്നിട്ട് തന്നെ 30 വർഷമായി. 35 കൊല്ലം ഞാനിവിടെ വന്നിട്ടായി. എൻ്റെ പേരപ്പൻ അതിന് ഒരു 10-18 കൊല്ലം മുന്നേ വന്നതാണ്. അപ്പോൾ ഒരു 60-70 വർഷം നല്ല പഴക്കമുള്ള ഒരു സംഭവമായത്. പക്ഷെ ഇത് ആർക്കും അങ്ങനെ അറിയത്തില്ല. ഒരു മനുഷ്യനറിയില്ല. ഇവിടെ അറിയാവുന്ന പിള്ളേർ ഈ ബിബിയുടെ മക്കളൊക്കെ സ്കൂളിൽ ചെന്ന് പിള്ളേരോട് പറഞ്ഞ് ഇന്ന കൂട്ടൊരു ഗുഹയുണ്ടെന്ന് പറഞ്ഞ് പിള്ളേർ ഈ വെള്ളിയാഴ്ച ദിവസം 2 മണിക്കൂറുണ്ടല്ലോ, കുറേ പിള്ളേരുമായിട്ട് ഇവിടെ വരും. ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട് വെളിയിൽ നിന്നേ കാണത്തുള്ളൂ. കാണുമ്പോഴേ അവർക്ക് നമ്മളിപ്പോ വന്നു കഴിഞ്ഞപ്പോ തന്നെ പേടിയായി. പേടിയെന്ന് പറഞ്ഞാൽ ഇച്ചിരി അങ്ങോട്ട് കയറി കഴിയുമ്പോ ഇരുട്ടാ. പക്ഷെ ഇപ്പൊ കയറുന്ന റിസ്ക് ആയിരിക്കും, പന്നി പാമ്പ് പോലുള്ളത്. ഞാൻ വേണേ ലൈറ്റ് എടുത്തോണ്ട് വരാം, വേണേ കയറാം. ചേട്ടൻ അത്രത്തോളം കോൺഫിഡൻസ് ആണ്. ഈ ചേട്ടൻ ഇപ്പൊ പറഞ്ഞ ബീവി എന്ന് പറയുന്ന ആള് എൻ്റെ അമ്മയുടെ അമ്മയാണ്. അപ്പം അവരുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്, ദേവഗിരി ഉള്ള സ്ഥലമാണ്. അപ്പം ഇതാണ് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ചരിത്രം. നമ്മൾ ആ തുരങ്കത്തിൻ്റെ അപ്പുറത്തെ സൈഡ് ചേട്ടൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പതുക്കെ പോവാം. ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഇതല്ലേ? ഓ ശരി.
ഇവിടെ അതുപോലെ തന്നെ ഒരു ഓപ്പണിങ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ 2 ഗുഹയാണ്. ഇതിന് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ഗുഹകൾ. ഇവിടുന്ന് ഉറവയുണ്ടല്ലോ. അങ്ങ് കയറിയിട്ട് തിരിച്ച് ഇറങ്ങി വരാനായിട്ടുള്ള വഴിയല്ലേ ഇത്. ഇതിനകത്തൊരു ഉറവയൊക്കെ ഉണ്ട്. മണ്ടയിൽ നിന്ന് പാറ പനിച്ചിറങ്ങുന്ന വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഗുഹയുടെ അപ്പുറത്തെ സൈഡ്. ഇത് വലിയൊരു പാറയാണ്, ഭയങ്കര പാറ, നമ്മൾ കാണുന്ന പോലെ അല്ല, ഭയങ്കര ഒരു അടാറ് പാറയാണിത്. ഇതുവഴി നടക്കുന്നതും ഭയങ്കര റിസ്ക്കാണ്. ഇതുണ്ടോ ഈ പാറ ഇതുപോലെ തന്നെ ഇതിൻ്റെ മണ്ടയിൽ നേരത്തെ കണ്ട പോലെ വലിയൊരു സ്റ്റെപ്പ് കൂടെ ഇതിൻ്റെ മണ്ടയിലുണ്ട്. 2 സ്റ്റെപ്പ് പാറ. അപ്പോൾ ഈ പാറ അങ്ങ് വരെ ഉണ്ട്. ഈ ഗുഹ അങ്ങ് വരെ ചെന്നിട്ട് അത് തിരിച്ചു വരാനുള്ള വഴിയാണ് ഈ കാണുന്നത്. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. നേരത്തെ ഉള്ളതാണോ അതോ ഇത് നിർമ്മിച്ചെടുക്കുന്നതാണോ? ഇത് നിർമ്മിച്ചെടുക്കുന്നത്. അതെങ്ങനെ നിർമ്മിക്കുന്നത്? അത് പച്ചിലകൾ, പല സൈസ് പച്ചിലകൾ ഈ കാട്ടുജാതിക്കാർക്ക് അറിയാമല്ലോ. അവര് അത് ജോയിന്റ് ചെയ്ത് ഇതിന് വരയിട്ട് വിട്ടേക്കും. ഞങ്ങളിവിടെ വന്നതിന് ശേഷം മുറിഞ്ഞു വീണതായത്. അതെ അല്ലേ. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു നല്ല ഡിസൈനിൽ ലെവലായിട്ടൊക്കെ ഇട്ടേക്കുന്നത്. അപ്പം എന്തായാലും ഒരു 60 വർഷം മുമ്പ് 70 വർഷം മുമ്പൊക്കെ ഇതുണ്ടാക്കുന്ന ടൂൾസ് ഞാൻ കാണത്തില്ല. അപ്പം ഇതെങ്ങനെ നിർമ്മിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദിവാസികളുണ്ടല്ലോ, അവരുടെ കയ്യിൽ ഒരുപാട് മരുന്നാക്കി അതെല്ലാം ജോയിന്റ് ചെയ്തിട്ട് ഇതേ വരച്ച് വിടുന്ന അനുസരിച്ച് അത് മുറിഞ്ഞ് അങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ മുറിഞ്ഞ് വീണുകൊണ്ടിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ ഗുഹയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ നല്ല രസം കേട്ടോ കാണാൻ, മൊത്തത്തിൽ ചുറ്റി കാണാനായിട്ട് നല്ലൊരു വനത്തിൻ്റെ ഉൾവശം, നല്ല അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ ഉള്ളത്. അപ്പം ആർക്കെങ്കിലുമൊക്കെ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇവിടെ വന്നിട്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ ചന്ദ്രൻചേട്ടൻ്റെ വീടുണ്ട്. ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരാത്ത ഒരുപാട് ചരിത്രങ്ങൾ, കഥകളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇഷ്ടപ്പെട്ട താല്പര്യമുള്ളവരൊക്കെ ഇവിടെ ഒന്ന് കാണുക. ഓക്കെ, അപ്പം ഇനി ഇതുപോലെ കാണാ കാഴ്ചകളോടെ ഞാനും അൻവറും വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഈസ് ആഷിഖ് സൈനിങ് ഓഫ്.